എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം പൂവാർ റോഡിൽ ആഴിമല എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. കടലിനോട് ചേർന്ന് പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ ഇത്രയും പ്രശസ്തമാകാൻ കാര്യം 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവന്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണ്. കാണാൻ വളരെ രസമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നു, ടൂറിസ്റ്റുകൾ എത്തുന്നു. അങ്ങനെ വളരെ മനോഹരമായ ക്ഷേത്രമാണ്. ഈ നാട്ടുകാരൻ തന്നെ ആഴിമലക്കാരനായ PS ദേവദത്തൻ എന്നൊരു ശില്പിയാണിത് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ ശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് സമാനമാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. പുറത്തെ ഭിത്തിയും ഗോപുരവും വ്യത്യസ്ത ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭയമായ ശില്പങ്ങളും അതുപോലെ തന്നെ ചുവർചിത്രങ്ങളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചെന്നപ്പോഴത്തേന് 11 മണി കഴിഞ്ഞു, 11:30 ആയിരുന്നു. അതുകൊണ്ട് നട അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ട് പുറകിൽ ഉണ്ട് 2 പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പാർക്ക് ചെയ്യാനായിട്ട് 20 രൂപയാണ് പാർക്കിംഗ് ഫീസ്. പിന്നെ ക്ഷേത്രത്തെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശില്പം കാണണമെങ്കിൽ 20 രൂപ എൻട്രി ഫീസ് ഉണ്ട്. അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ശില്പം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 20 രൂപ കൊടുത്ത് അകത്തോട്ട് കയറാൻ പോവുകയാണ്. നട തുറക്കുന്ന സമയം രാവിലെ 5:30 തൊട്ട് രാവിലെ 10 വരെയും വൈകിട്ട് 5 തൊട്ട് 7:30 വരെയുമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തമ്പാനൂരിൽ നിന്നും KSRTC ബസ് സർവീസ് ഈ ക്ഷേത്രത്തിലേക്ക് നേരിട്ടുണ്ട്. ഈ ആഴിമല എന്ന് പറഞ്ഞ ബസ് ഇവിടെ കറക്റ്റ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ആ ബസ് വരുന്നതിന്റെ ടൈമിംഗ് ആണ് എഴുതി കൊടുത്തിരിക്കുന്നത്, ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ തന്നെ വേറെ ബസ്സുകളുണ്ട്. വിഴിഞ്ഞം പൂവാർ പോകുന്ന എല്ലാ KSRTC ബസ്സുകളും ആഴിമല കൂടാണ് പോകുന്നത്. പക്ഷേ ആഴിമല മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ ക്ഷേത്രത്തിലോട്ട് എത്താനായിട്ട് 3/4 കിലോമീറ്റർ ദൂരമുണ്ട്. അത് ഓട്ടോയിലോ അല്ല നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇൻഫർമേഷൻ ഇവിടെ എത്താനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ഉള്ളിൽ കയറി അടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവൻ തന്നെയാണ്. ഗണപതി, പാർവതി, യോഗേശ്വരൻ എന്നിവരാണ് ഉപദേവതകൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ശിവരാത്രി തന്നെയാണ്. എല്ലാ ദിവസവും ഇവിടെ വളരെ ഭക്തജന തിരക്കാണ്. കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഭക്തന്മാർ ഇവിടെ എത്തുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്നുണ്ട്, വിദേശികൾ എത്തുന്നുണ്ട്. വളരെ തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. ശിവരാത്രി പോലെ തന്നെ പ്രശസ്തമായ ഒരു ആഘോഷമാണ് നാരങ്ങാവിളക്ക് ഉത്സവം ഇവിടെ നടക്കുന്നത്. ഇത് വർഷം തോറും ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ഇതിലും പങ്കെടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ എത്തിയപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലാണ് പ്രകൃതി. അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ചെറുതായിട്ട് ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തന്നെ ശിവന് ജലധാര ചെയ്യുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. ഈ ശില്പം 4 കൈകളുള്ള ശിവനെ ഇരിക്കുന്ന ഭാവത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നിലെ വലത് കൈ ഒരു ഡമരു പിടിച്ചിരിക്കുന്നു. മുൻ വലത് കൈ വലതു തുടയിൽ അമർന്നിരിക്കുന്നു. പിന്നിലെ ഇടത് കൈയിൽ ഒരു ത്രിശൂലം, കൂടാതെ മുൻ ഇടത് കൈയിൽ ഗംഗാദേവിയെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു രൂപത്തിലുള്ള ഒരു ശില്പമാണ്. ഈ ശില്പത്തിന്റെ നിർമ്മാണം 2014 തുടങ്ങി 2020 ഡിസംബർ 31 പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. തൊട്ടുപുറകിൽ തന്നെ കടലുണ്ട്. നല്ല മനോഹരമായ കടലിന്റെ കാഴ്ച. പക്ഷെ ഇന്ന് മൂടിക്കിടക്കുന്ന അന്തരീക്ഷമായതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ, കടലിന്റെ ദൂരമായിട്ടുള്ള വ്യൂ കിട്ടുന്നില്ല. അങ്ങ് ദൂരെ വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും. അവിടെ ഷിപ്പുകൾ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നല്ല മൂടാപ്പായതുകൊണ്ട് ഈ ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷിപ്പ് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ കിട്ടുമെന്നറിയില്ല. നല്ല തൊട്ടടുത്ത് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്. ഇപ്പോൾ വളരെ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ കടൽ കാണുന്നത്. അത് വേറൊരു അനുഭവമാണ്. ഇനി താഴെ ചെന്ന് നമുക്ക് കടൽ കാണാം. ഈ പാറയിൽ കൂടെ ചവിട്ടി വേണം കടലിലോട്ട് ഇറങ്ങാൻ. പക്ഷെ ഇത് വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. മഴയുള്ള സമയത്ത് വഴുക്കലുണ്ടാകും, തെറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കരയിലേക്ക് കടൽ കയറുന്ന സമയത്തും തിര വന്ന് ഈ പാറയുടെ മുകളിൽ വന്ന് അടിച്ച് വളരെ രസമാണ് കാണാൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കടലിൽ ഇറങ്ങാവൂ. ഇവിടെ സേഫ്റ്റി ഗാർഡ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയൊരു ബീച്ചാണ്.
ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് ദൂരെ നടന്നു പോകാൻ സാധിക്കും. പക്ഷേ വളരെ അപകടം പിടിച്ച ഒരു ഏരിയയുമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വരും. തൊട്ടടുത്ത് തന്നെ റിസോർട്ടുകളുണ്ട്. ഒരുപാട് വിദേശികളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. ഇവിടെ നോക്കിയാൽ ക്ഷേത്രം, പാറയുടെ പുറത്തിരിക്കുന്ന ക്ഷേത്രം കാണാം. കടൽ കഴിഞ്ഞ് പാറ, പാറയുടെ മുകളിൽ ക്ഷേത്രം, ക്ഷേത്രം കഴിഞ്ഞൊരു വലിയൊരു മല. ഇനി നമുക്ക് മുകളിലോട്ട് തന്നെ പോകാം. മുകളിലെത്തി കഴിയുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒന്നാമത്തെ കാർ പാർക്കിംഗ് ഏരിയയാണ്. കടൽ കഴിഞ്ഞ് തൊട്ട് മേളിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചെറിയൊരു സ്റ്റോർ. അത് കഴിഞ്ഞ് മേളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അടുത്തൊരു പാർക്കിംഗ്. നമ്മൾ ഇതുവഴിയാണ് താഴോട്ട് പോയത്. ഇത് കഴിഞ്ഞ് കയറി ഇപ്പം അടുത്തൊരു മേളിലത്തെ കാർ പാർക്കിങ്ങിലോട്ട് എത്തും. ഇവിടെയും കാർ പാർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഒരു കാർ പാർക്കിംഗ്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് താഴത്തെ കാർ പാർക്കിംഗ് എന്നുള്ള വ്യൂ ആണ്. ആ ബാക്ക് സൈഡ് ഇവിടെ നിന്ന് കടൽ കാണാനും വളരെ മനോഹരമാണ്. നമുക്ക് കടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ വളരെ രസകരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആഴിമലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് തിരിച്ചു പോകാനുള്ള ബസ് വന്നു. KSRTCയുടെ ബസ്സിൽ കയറി ഇരിപ്പായി. കിഴക്കേക്കോട്ടയിൽ പോയി ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു. വണ്ടി പതുക്കെ മൂവ് ചെയ്തു തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇത് വിലയിരുത്തുക, പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരെ ബൈ.